ഹായ് ഡിയേഴ്സ്, ഇതെൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് യൂട്യൂബിലെ. ഈ ഡേ ഇൻ മൈ ലൈഫിൽ എന്താണ് കാര്യമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാനുള്ളൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൂടിയാണല്ലോ ഈ യൂട്യൂബൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ രാവിലെ ഇളം വെയിലൊക്കെ കൊണ്ട് ഒന്ന് വെളിയിൽ ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പോരാത്തിന് മുറ്റത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ. രാവിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മുടെ മുറ്റത്ത് ഈ ചെടികളെക്കാളും കൂടുതലും ഈ കാന്താരിയും ഈ വഴുതനയും വെണ്ടയും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കായൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറും അതുപോലെ കിളികളുടെ കരച്ചിലും ഒക്കെ കേൾക്കാനും ഒരു രസമാണ്. ഇന്നലെ ഇവിടെ ചെറിയൊരു മഴ പെയ്തിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ ചേമ്പലയിൽ കാണുന്നത്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പ്ലാൻ ഇട്ടൊരു കാര്യമായിരുന്നു, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന്. ഈ ചാനൽ തുടങ്ങാനുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യൂട്യൂബ് എന്നത് എനിക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പകുതിയിൽ നിർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും കുറച്ചൊന്ന് പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും നമ്മുടെ ടു ഡൂസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ. മാത്രമല്ല അത് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സ്പാർക്കൊക്കെ കൊടുക്കുമെങ്കിലും അതും നല്ലതാണല്ലോ. വീട്ടിൽ തൂണോട് ചേർന്നിട്ടാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂക്കളെന്ന് വെച്ചാൽ ഒരു തവണ പൂത്ത് കഴിയുമ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ വാടാതെ നിൽക്കും. അതിൻ്റെ അടുത്തായിട്ട് ഒരു മുന്തിരി വള്ളിയും കൂടെ ഉണ്ട്. രാവിലെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇന്നത്ര ബിസി ലൈഫ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഓട്സ് സ്മൂത്തി ആവാമെന്ന് വിചാരിച്ചു. സാധാരണ ചപ്പാത്തിയോ ദോശയോ ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഓട്സ് ഒന്ന് കുതിർക്കാൻ വെച്ചു. ഒരു 3-4 മിനിറ്റ് മതി. അതിനുശേഷം ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഇനി അത് വറ്റി വരുമ്പോഴേക്കും കുറച്ച് പാലൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വാങ്ങി വെക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഇതിനകത്ത് മധുരം ആഡിയത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് കാഷ്നട്ട്സിൻ്റെ കൂടെ നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഹണി ആഡ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു കുറുക്കിൻ്റെ പരുവത്തിലാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും ചെയ്യാറില്ല, ചുമ്മാ സെർവ് ചെയ്യുക, കുടിക്കുക. എന്നും ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഓട്സ് ഉള്ളപ്പോൾ വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസും ഞാൻ എന്നും കഴിക്കുന്നത് ഇതിലല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഗ്ലാസ്സാണ്. സാധാരണ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് കഴിക്കാറുള്ളത്. എനിക്കതാണ് ഇഷ്ടം. വീഡിയോയ്ക്ക് ഒരു ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെളിയിലൊക്കെ പോയി നിന്ന് കഴിച്ചു, ബാക്കി അകത്ത് വന്ന് കഴിച്ചു, ഒക്കെ ഓക്കെ ആക്കി. കുഞ്ഞിന് ജലദോഷം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ലൈം ജ്യൂസും പപ്സും ഒക്കെ കഴിച്ചു. ഞാനല്ല, ഹസ്ബൻഡും മോളും. എനിക്ക് കൂടുതലും ഡ്രിങ്ക്സിനോടാണ് താല്പര്യം. ഈ പുറത്ത് പോകുമ്പോഴും കടിയൊക്കെ അധികം താല്പര്യമില്ല. ചായയുടെ കൂടെ ആണെങ്കിൽ ഓക്കെ. പിന്നെ നമ്മുടെ A4 ഷീറ്റിൽ ഗ്രിഡ് പേപ്പർ പ്രിൻ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് സെറ്റായില്ല. ഈ ഗ്രിഡ് പേപ്പർ എന്തോ പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അധികം പ്രിൻ്റ് എടുത്തില്ല. ഒരെണ്ണം മാത്രം സാമ്പിൾ എടുത്തിട്ട് വീട്ടിൽ വന്നു. ഇനി കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി നമുക്ക് സ്റ്റഡി ടേബിൾ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സ്റ്റാറിനെയൊക്കെ എടുത്ത് മാറ്റി ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാം. സത്യം പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിപ്പോഴും എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാലും ഈ ഷൂട്ട് ചെയ്തിട്ട് പഠിക്കുന്ന കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഈ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കാര്യമായിട്ട് ഞാൻ ടു ഡൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ടു ഡൂസൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പഠിക്കാൻ ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? എനിക്ക് അതത്രയ്ക്ക് അങ്ങോട്ട് ഫലപ്രദമല്ല.
സാധാരണ ഈ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്താലും അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകാൻ കുറച്ച് ദിവസം മാത്രമേ പറ്റാറുള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ തന്നെ മനസ്സിലൊരു കണക്കൂട്ടലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ സെറ്റ് ആവാറുണ്ട്. എന്തോ എനിക്കറിയത്തില്ല, ടൈം ടേബിളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, പക്ഷേ പഠനം വേറൊരു വഴിക്കായിരിക്കും പോകുന്നത്. അതുപോലെ സ്റ്റഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ ഫേവറേറ്റ് സ്റ്റഡി മെത്തേഡ് ഏതാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ മത്സര പരീക്ഷ ആയാലും സ്കൂളിൽ പഠിക്കുന്നതാണെങ്കിലും ഇനി എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യാം, വെറുതെ അറിഞ്ഞിരിക്കാമല്ലോ. പിന്നെ ഈ പഠിക്കുന്നവരുടെ പ്രധാനപ്പെട്ടൊരു വില്ലനാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കുക എന്നുള്ളത്. ഈ പരിപാടി എനിക്കും ഉണ്ട്, ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. ശരിക്കും ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാൻ പറ്റായികയൊന്നുമില്ല കേട്ടോ. ഞാനത് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷനൊക്കെ മാറ്റി പഠനത്തിൽ ഇൻവോൾവ് ആവാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ശീലമാക്കിയെടുത്താൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ പ്രൊഡക്റ്റീവ് ആക്കി വയ്ക്കാനും പറ്റും. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇന്നത്തെ പത്രം ഒന്ന് വായിച്ചു വെക്കാമെന്ന് കരുതി. അപ്പോൾ പത്രം ഒന്നെടുത്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ന്യൂസും പിന്നെ അതുപോലെ എഡിറ്റോറിയലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് കരുതി. ശരിക്കും നമ്മുടെ ഈ ചാനലിൽ ആർട്ടും ക്രാഫ്റ്റും മാത്രമല്ല, കുറച്ച് സെൽഫ് ഹെൽപ്പ് അതുപോലെ സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ കോണ്ടൻ്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ലെഷറാവാം. അപ്പോൾ ഞാൻ ഈ ഓഡിയോ സ്റ്റോറീസ് കേൾക്കുന്ന കൂട്ടത്തിലാണ്. ബുക്ക് എഫ്എമ്മൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ പറ്റാത്ത ബുക്സൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് കേൾക്കാറുള്ളത്. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ടി ഡി രാമകൃഷ്ണൻ്റെ 1-2 രചനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുഗന്ധിയിലായിരുന്നു ഞാൻ നിർത്തിയിട്ടുള്ളത്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് എറ്റിക്കോരെയാണ്. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ജോണറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിസ്റ്ററി, ത്രില്ലർ, അതുപോലെ ഹിസ്റ്ററി ഒക്കെ വരുന്ന കാര്യങ്ങളും എല്ലാം ടച്ച് ചെയ്ത് പോകുന്ന നോളജ്, ഫാക്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഖ്യാനവും ആ ഒരു എഴുത്തിൻ്റെ രീതിയും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയാണ് ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്ടൊന്ന് കേട്ടു, ഒന്ന് റിലാക്സ് ചെയ്തു. വൈകുന്നേരം ട്യൂഷൻ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ദിവസം രാവിലെ അത്ര ബിസി അല്ലാതെ തുടങ്ങിയാൽ പോലും വൈകുന്നേരം നന്നായിട്ട് ബിസി ആവുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക കാരണം ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. അവർ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയാറേ ഇല്ല. എൻ്റെ മനസ്സിന് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എന്നും ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് മെഡിറ്റേഷൻ. ഇന്ന് രാവിലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് ത്രാടക മെഡിറ്റേഷൻ ചെയ്യാമെന്ന് തന്നെ കരുതി. ഈ മെഴുകുതിരിയുടെ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഫോട്ടോ എടുത്തതുപോലെ തന്നെ സ്റ്റില്ലായിട്ടാണ് നിൽക്കുന്നത്. അത്രയും കാമായിട്ടുള്ള ഈ നാളത്തിൽ നമുക്ക് മാക്സിമം 10 മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ മൈൻഡ് നന്നായിട്ട് കാമാവും. അതുപോലെ തന്നെ നല്ല ഏകാഗ്രത കിട്ടും. നമ്മൾ എന്ത് ചെയ്താലും പ്രൊഡക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമായിട്ട് കൊണ്ടുപോകാനും ഈ ഒരു മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തറിയാൻ പറ്റിയൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഒരു സിമ്പിൾ കലണ്ടർ ആയിരുന്നു. അതും ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇത് ഷോർട്സ് ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ ഇതിൻ്റെ ഷോർട്സ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു A4 സൈസിലുള്ള ഗ്രിഡ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ജേണൽ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രിഡ് പേപ്പർ പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ പ്രിൻ്റ് എടുത്തില്ല. അതിപ്പോൾ നമ്മൾ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തു. നിങ്ങൾ ജേണലൊക്കെ എഴുതാറുണ്ടോ? ശരിക്കും ഈ 2025 വേണ്ടിയിട്ട് ഒരു ജേണൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഗ്രിഡ് പേപ്പർ പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സെറ്റാവാത്തതുകൊണ്ട് ഇനി പറ്റുമോയെന്നറിയില്ല. പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഒരു ഗ്രിഡ് ബുക്കായിട്ട് വാങ്ങിക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ജേണൽ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കും.
പിന്നെ രാത്രിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഫാമിലിയിൽ തന്നെ. അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.